എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ആവിയിൽ വേവിച്ചെടുത്ത നല്ലൊരു പലഹാരമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണിക്ക് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ അതിന്റെ സൈഡായിട്ട് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇതുപോലൊരു നാടൻ പലഹാരം നിങ്ങളെല്ലാവരും തയ്യാറാക്കി കഴിക്കണേ. ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്, അതുപോലെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ്. അധികമൊന്നും എണ്ണ ചേരാതെ ആവിയിൽ വെന്തെടുത്ത ഈ ഒരു പലഹാരം നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ്. ഡയബറ്റിക് പേഷ്യൻസിന് അരിപ്പൊടി ഒഴിവാക്കി ഗോതമ്പ് പൊടിയിലും ഇതുപോലൊരു പലഹാരം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഹെൽത്തി പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ഹെൽത്തി പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2.5 കപ്പ് അളവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇന്ന് എടുക്കുന്നത് 1.5 കപ്പ് അളവിലുള്ള പൊടിയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ 2.5 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളത്തിലേക്ക് കുറച്ച് ചേരുവകൾ നമുക്കൊന്ന് ചതച്ച് ചേർക്കണം. 1 മുറി നാളികേരവും 1/4 ടീസ്പൂൺ നല്ല ജീരകവും 3 വറ്റൽമുളകും 3 പച്ചമുളകും 5-6 അല്ലി വെളുത്തുള്ളിയുമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചതച്ചെടുക്കുന്നതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒതുക്കിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഈ ഒരു രീതിയിലാണ് ഒതുക്കിയെടുത്തിട്ടുള്ളത്. ഒതുക്കിയെടുത്തിട്ടുള്ള നാളികേരം തിളക്കുന്ന വെള്ളത്തിലേക്കാണ് ചേർക്കേണ്ടത്. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് കഴിഞ്ഞപ്പോൾ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യും ചേർക്കാവുന്നതാണ്. ഇനി വെള്ളം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ഉപ്പും വെളിച്ചെണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിക്കിട്ടണം. അതിനുശേഷം ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റാം. ഇനി വെള്ളത്തിലേക്ക് 1.5 കപ്പ് എന്ന അളവിൽ വറുത്ത പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ പൊടിയാണ്. വെള്ളത്തിലേക്ക് ഒറ്റടിക്ക് തന്നെ ചേർക്കാതെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് വേണം നമുക്കിതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാനായിട്ടും. ഈ ഒരു സമയത്തൊക്കെയും ചെറിയ തീയിൽ വെച്ചാണ് നമുക്കിതുപോലെ ചെയ്തെടുക്കേണ്ടതും. ആദ്യം ഇട്ട് കൊടുത്ത പൊടി നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത പൊടിയും നമുക്കിതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൂടെ കൊടുക്കാം. നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിന്റെ എണ്ണം അനുസരിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്ന പൊടിയുടെ അളവും എടുക്കേണ്ടതും. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന ഈ ഒരു പലഹാരം 5 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവുണ്ട്. ഇനി വീണ്ടും നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഇന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവാണ്. ഈ ഒരു വെള്ളത്തിൽ നമ്മുടെ പൊടി നല്ലപോലെ തന്നെ വെന്തും വന്നിട്ടുണ്ട്. ഇനി കട്ടകളെല്ലാം ഒന്ന് ഉടച്ച് ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതേ പാനിൽ തന്നെ വെച്ച് കൊടുക്കാതെ മറ്റൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഈ ഒരു പാനിൽ തന്നെ വെച്ച് കൊടുക്കുവാണെങ്കിൽ പൊടി ഒന്ന് കല്ലിച്ചു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. മറ്റൊരു പ്ലേറ്റിലേക്ക് നമ്മുടെ പൊടി മാറ്റുവാണ്. പ്ലേറ്റിലേക്ക് പൊടി മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൂടിയും കൂടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പൊടിയുടെ ആവിയൊന്നും പുറത്തു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതും. ഇനി ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മാവ് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിന്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇനി നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം പൊടി നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടിക്ക് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. ചെറു ചൂടോടുകൂടി തന്നെയാണ് നമുക്കൊന്ന് കുഴച്ചെടുക്കേണ്ടതും. ചെറിയ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതും. ഇനി കൈകൊണ്ട് ചൂട് കൊണ്ട് കുഴക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ കൈ ഒന്ന് നനച്ചതിന് ശേഷമാണ് പൊടി ഒന്ന് കുഴച്ചെടുക്കുന്നത്. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ പൊടി ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുഴച്ചെടുത്ത പൊടിയിൽ നിന്നും ചെറിയ ബോളാക്കിയിട്ട് നമുക്കൊന്ന് ഉരുട്ടി നോക്കാം. നമ്മൾ കുഴച്ചെടുത്ത പൊടിയുടെ പാകം കറക്റ്റ് ആണ്. ഇപ്പോൾ നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്കിവിടെ ഉരുട്ടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഉരുട്ടിയ ബോൾ ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം അടുത്തതും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. രണ്ടാമതും നല്ല ഷേപ്പായിട്ട് തന്നെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ബോളും ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. വളരെ ഈസി ആയിട്ടാണ് ഞാൻ ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുള്ളതും. ഇനിയിപ്പോൾ ഉരുട്ടിയെടുത്തിട്ടുള്ള ബോള് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ ബോൾ ഇത്രയും വലുപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ചെറുതായിട്ട് വേണമെങ്കിലും ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇനി ഈ ബോളെല്ലാം തന്നെയും നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതിനായിട്ടൊരു ആവി പാത്രത്തിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ആവി വന്ന് തുടങ്ങിയാൽ നമുക്ക് ഈ ബോളെല്ലാം തന്നെയും ആവിപാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം പാത്രം മൂടിയിട്ട് 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ടും. 10 മിനിറ്റ് നേരം വേവിച്ചെടുത്ത പലഹാരം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം ഇതൊന്ന് കുത്തിയും കൂടി നോക്കണം. കുത്തി നോക്കുന്ന സമയത്ത് ഈ ഒരു കമ്പില് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നല്ല പോലെ വെന്തിട്ടുണ്ട് എന്നാണ്. ഈ ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് ഇത് അടർത്തി മാറ്റാവുന്നതാണ്. ചെറിയ
ചൂടോടുകൂടി തന്നെ അടർത്തി മാറ്റിയില്ലെങ്കിൽ ചൂടാറി വരുമ്പോഴേക്ക് ഇത് ഒട്ടിപ്പിടിക്കാനും സാധ്യത കൂടുതലാണ്. അങ്ങനെ മുഴുവൻ പലഹാരവും ഞാനിവിടെ എടുത്തു മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഉണ്ട ഒന്ന് താളിച്ചുകൂടി എടുക്കണം. താളിപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ അളവില് കടുക് ചേർക്കാം. കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവില് ഉഴുന്നുപരിപ്പ് കൂടെ ചേർക്കാം. കടുകും ഉഴുന്നും നല്ല പോലെ മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 2 തണ്ട് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് മുറിച്ചതാണ്. ഇതുകൂടി ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയുടെ കൂടെ തന്നെ 3-4 വറ്റൽ മുളകൊന്ന് കട്ട് ചെയ്തത് കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ ഒന്ന് മുരിയിച്ചതിന് ശേഷം ഒരു 5 അല്ലി വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തതാണ്. ഇതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം എരിവിനാവശ്യമായ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇതിലേക്ക് അധികം പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. പച്ചമുളകും ചേർത്ത് ഒന്ന് മുരിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു സവാള പൊടിയായി കട്ട് ചെയ്തിട്ട് കൂടി ചേർക്കാം. ഇനി സവാളയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഈ വറവെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മുരിയിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് നാളികേരം കുറച്ചുകൂടെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. അതുപോലെ മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സവാള നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള എല്ലാ ബോൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. ഈ ഒരു താളിപ്പെല്ലാം തന്നെ നമ്മുടെ ബോൾസിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടണം. അതുവരെയാണ് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ ബോൾസ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണോട്ടോ ചെയ്തെടുക്കാനായിട്ടും. 1 മിനിറ്റ് നേരം നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം 1 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മൂടിയും കൂടി വെച്ചു കൊടുക്കാം. അപ്പോഴേക്കും ഈ ഒരു താളിപ്പിന്റെ സ്വാദെല്ലാം തന്നെയും ഒരു ബോൾസിലേക്ക് പിടിച്ചു കിട്ടുന്നതാണ്. അങ്ങനെ 1 മിനിറ്റ് നേരം മൂടി വെച്ച നാടൻ പലഹാരം നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുത്തിട്ടുള്ള ഹെൽത്തി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പലഹാരം ഒരു സെർവിംഗ് പ്ലേറ്റിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും, അതുപോലെ വളരെ സിമ്പിളുമാണ് തയ്യാറാക്കി എടുക്കാനായിട്ടും. ഈ ഒരു മഴക്കാലത്ത് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആദ്യമായിട്ടാണ് എൻ്റെ കൂട്ടുകാര് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ ഒരു വീഡിയോയും കണ്ടിട്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.